കാലോചിതമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാനത്തിന്റെ വികസന നയം സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പന്മനയിൽ സംഘടിപ്പിച്ച വികസന സദസ്സിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ അനുമതി ലഭ്യമാക്കാൻ ഏകജാലക സംവിധാനം ആരംഭിക്കും. പഞ്ചായത്ത് ഭരണസമിതികൾക്ക് നവീന വികസന പദ്ധതികൾ നടപ്പാക്കാൻ പ്രത്യേക ഉപദേശക സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിന് മെച്ചപ്പെട്ട ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട ഫണ്ടിന്റെ ആദ്യ ഗഡു ലഭ്യമാക്കും. കൂടുതൽ തുക അനുവദിച്ച ലൈഫ് മിഷൻ പദ്ധതി പുനഃക്രമീകരിക്കും. പന്മന പഞ്ചായത്തിന് അറവുശാലകൾ, പൊതുശ്മശാനം എന്നിവ ഒരുക്കും. ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, കുറ്റിവട്ടം ആയുർവേദ ആശുപത്രി എന്നിവയുടെ തുടർ വികസനവും ജീവനക്കാരുടെ കുറവും പരിഹരിക്കും. ചവറ പന്മന മേഖലയിലെ പാലിയേറ്റീവ് സബ് സെന്ററുകൾ വെൽനസ് കേന്ദ്രങ്ങളാക്കി മാറ്റും. കിടപ്പ് രോഗികൾക്കായി ഇത്തരം കേന്ദ്രങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കും. ഭിന്നശേഷി കുട്ടികൾക്കായി മണ്ഡലത്തിൽ ആരംഭിച്ച ബഡ് സ്കൂളിന്റെ തുടർ വികസനം സാധ്യമാക്കും. കുട്ടികൾക്ക് തൊഴിൽ പരിശീലനവും പുനരധിവാസവും ഉറപ്പാക്കും. മേക്കാട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കും. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പന്മന ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന്റെ നവീകരണം സാധ്യമാക്കും. കാട്ടിൽ മേക്കതൽ ക്ഷേത്ര മേഖലയിലെ ആശുപത്രി നിർമ്മാണം പരിഗണനയിലാണ്. ഖനന പ്രവർത്തനങ്ങൾക്കായി KMML ഏറ്റെടുത്ത ഭൂമിക്ക് സമയബന്ധിതമായി പണം അനുവദിക്കണം. വായു മലിനീകരണത്തിനും ജലവിതരണത്തിലെ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തും. KMMLന്റെ സാമൂഹ്യ സുരക്ഷാ നിധിയിൽ നിന്ന് ജനങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കും. പന്മനയിലെ അംഗനവാടികൾ സ്മാർട്ട് ആക്കും. വട്ടക്കായൽ വിനോദസഞ്ചാര പദ്ധതി വിപുലീകരിക്കും. KSEBക്ക് ഓഫീസ് നിർമ്മിക്കും. ചവറ മണ്ഡലത്തിലെ വിവിധ വികസന വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പന്മനയിലെ വികസന സദസ്സിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പന്മന പഞ്ചായത്ത് ഭരണസമിതിയും ഗവൺമെന്റ് പ്രതിനിധികളുമായി ഒരുമിച്ചിരുന്നിട്ട് ഈ പഞ്ചായത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് സമയബന്ധിതമായി തീർക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു യോഗം അതിന് എത്താമെന്ന് ഞാൻ സമ്മതിച്ചത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുള്ള ഉദ്യോഗസ്ഥർ പലരും ഇവിടെ എത്തിയിട്ടില്ല. നമ്മൾ വർഷങ്ങളായി പിന്തുടർന്ന ഒരു വികസന പ്രക്രിയ രീതിയുമുണ്ട്, ഒരു ഗവേണൻസ് മോഡലുണ്ട്, ഭരണപരമായിട്ട് നമ്മൾ പിന്നിട്ടുന്ന ഒരു സംസ്കാരം. പക്ഷേ ഇന്ന് നമ്മൾ ചെന്ന് എത്തിയിരിക്കുന്ന എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാരിന് കിട്ടുന്ന വരുമാനത്തിന്റെ 80% സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷനും ശമ്പളത്തിനും വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ടി വരുന്നു. അത് മോശമാണെന്നുള്ളതല്ല. അതിന്റെ ഭാഗമായി ഇന്നലെ ഞങ്ങൾ കൂടിയ ക്യാബിനറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഒരു വ്യക്തി വന്നാൽ ഇന്ന് 22 പെർമിഷനുകൾ വേണം. അതിനിയും സിംഗിൾ വിൻഡോ ആക്കുന്ന നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോവുകയാണ്. ഒറ്റ വ്യക്തിയെ സമീപിച്ചാൽ അവിടുന്ന് ക്ലിയറൻസ് എല്ലാം എടുക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരും. ഒട്ടനവധി നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, UDFനെ പിന്തുണച്ചവരൊക്കെ ബോർഡ് ചെയർമാൻമാർ സ്ഥാനം അല്ലെങ്കിൽ ബോർഡ് അംഗങ്ങൾ വേണമെന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഇന്നലെ ഞങ്ങൾ കണക്കെടുത്തപ്പോൾ 591 സ്ഥാപനങ്ങളാണ് ഇത്തരം ചർച്ചകൾ വഴി ഗവൺമെന്റ് ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാനൊക്കെ എന്നുള്ളതുകൂടെ വന്ന് ചെയ്യണം. ഈ ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം ഒരു ഗ്രാമത്തിന് എന്താണ് ആവശ്യം എന്നുള്ളത് ഏറ്റവും അറിയാവുന്നത് അവിടുത്തെ ജനപ്രതിനിധികൾക്കാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി കൊട്ടാരം ഹോസ്പിറ്റൽ അത് KMML ഏറ്റെടുത്തുകൊണ്ട് അവിടെ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകാമെന്ന് സമ്മതിച്ചതാണ്. പക്ഷെ അത് അന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നടന്നില്ല. ഇപ്പോൾ KMML അന്നത്തെ വാല്യുവേഷൻ അനുസരിച്ച് 55 ലക്ഷം രൂപ പഞ്ചായത്തിന് കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത് വാല്യുവേഷൻ അന്നത്താണ്. ഇപ്പോഴത്തെ PW വാല്യുവേഷൻ അനുസരിച്ചാൽ കുറഞ്ഞത് ഒരു 65-70 ലക്ഷം രൂപയെങ്കിലും ആയി വരും. വൈസ് പ്രസിഡന്റ് ഷംന റാഫി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അൻവർ കാട്ടിൽ, കൊച്ചുറ്റയിൽ സലീം, സുകന്യ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.